ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇന്നിപ്പോഴിതാ കോടതിയും സമാന ചോദ്യം തന്നെ ചോദിക്കുന്നു. സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളും 15-അംഗ പവർ ഗ്രൂപ്പിന്റെ മാഫിയ വിളയാട്ടവും വ്യക്തമാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ പ്രഹരമേൽക്കുന്നത് സാംസ്കാരിക കേരളത്തിനാണ്. നിരവധിയാവിധം ഇരകളുടെയും അതിജീവിതകളുടെയും മൊഴിയടക്കം പറയുന്ന 295 പേജുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട് സർക്കാർ എന്തു ചെയ്തു? ചോദിച്ചത് കേരള ഹൈക്കോടതിയാണ്. എന്തുകൊണ്ട് സർക്കാരിന് കേസെടുക്കാനാകുന്നില്ല? സർക്കാർ ആർക്കൊപ്പം? ഈ വിഷയമാണ് ഇന്ന് 224 ചർച്ച ചെയ്യുന്നത്. നമുക്ക് അതിഥികളിലേക്ക് എത്താം. അതിനു മുൻപ് ചില റിപ്പോർട്ടുകളിലൂടെയും ഒപ്പം തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങളും മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വനിതാ കമ്മീഷനെ കേസിൽ കോടതി കക്ഷി ചേർത്തു. സ്വമേധയാ കേസെടുക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ പായ്ച്ചിറ നവാസാണ് ഹർജി നൽകിയത്. എന്തിന് നിങ്ങൾ ഇവിടെ വന്നുവെന്ന് ഹർജിക്കാരനോട് ചോദിച്ചു തുടങ്ങിയ ഹൈക്കോടതി സർക്കാരിനോട് കേസിന്റെ വിവരങ്ങൾ ആരാഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ലൈംഗിക പീഡനം നേരിട്ടവരുടെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തുവെന്ന് ചോദിച്ച കോടതി റിപ്പോർട്ടിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ആരാഞ്ഞു. മൊഴി നൽകിയവർ പരാതി നൽകാത്തതാണ് പ്രശ്നമെന്ന് സർക്കാരിനായി AG കോടതിയിൽ വ്യക്തമാക്കി. സാക്ഷികൾക്ക് പേരുകൾ സ്വകാര്യമായി വയ്ക്കാമെന്ന് കമ്മിറ്റി ഉറപ്പുകൊടുത്തിരുന്നുവെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു. തുടർന്ന് വനിതാ കമ്മീഷനെ കക്ഷി ചേർത്ത കോടതി മുഴുവൻ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. പരുങ്ങലിലായ സർക്കാർ സ്വമേധയാ കേസെടുക്കാൻ പരിമിതിയുണ്ടെന്ന് കോടതിയെ അറിയിച്ചു. എന്നാൽ ഇരകളുടെ വിവരങ്ങൾ രഹസ്യമാക്കി കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയെടുത്തുകൂടെയെന്ന് കോടതി ചോദിച്ചു. അതേസമയം റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ. സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം അപഹാസ്യമെന്നും സതീശൻ. ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര ഈ തൊഴിലിടത്തിൽ നടന്നു എന്ന് സർക്കാരിന് അറിവ് കിട്ടിയിട്ട് അത് മറച്ചുവെച്ച് ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ 199ാമത് വകുപ്പ് വഴി കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. താരസംഘടനയായ അമ്മ മൗനം പാലിക്കുമ്പോൾ റിപ്പോർട്ടിൽ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ഫിലിം ചേംബർ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കോടതിയിൽ നിന്ന് കനത്ത പ്രഹാരമാണ് സർക്കാരിന് മേലുണ്ടാകുന്നത്. വിശദവിവരങ്ങളുമായി ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, നമ്മളൊക്കെയും ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ഏതൊരു സാധാരണക്കാരനും ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് എന്തുകൊണ്ട് സർക്കാർ ഇതിൽ കേസ് എടുക്കുന്നില്ല എന്ന് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെയാണ് കോടതിയും എത്തുന്നത്. എന്താണ് കോടതി പറയുന്നത്? ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാർ എടുത്ത നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ലൈംഗിക അതിക്രമം അടക്കമുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ മൊഴികൾ സർക്കാരിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് നിയമപരമായ തുടർ നടപടികൾക്ക് ചില പരിമിതികളുണ്ട് എന്നതാണ് AG കോടതിയെ അറിയിച്ചത്. സർക്കാർ അത്തരത്തിൽ കൈകഴുകാൻ ശ്രമിക്കുമ്പോഴാണ് പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. സിനിമാ മേഖലയിലുള്ളവർ അവർക്ക് പൊതുവിടത്ത് വന്ന് തങ്ങൾ നേരിട്ട പ്രതിസന്ധികളെ സംബന്ധിച്ച് തുറന്നു പറയാൻ ചില മടികളുണ്ടാകും. അതുകൊണ്ട് അവർ കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞു. അവിടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് വെളിവായി വരുന്നത്. അതുകൊണ്ട് ഇത് അന്വേഷിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇതിൽ ഇരകളുടെ അവകാശം അത് സംരക്ഷിക്കപ്പെടണം, അവരുടെ സ്വകാര്യത ഉറപ്പാക്കണം. പക്ഷേ അതിൽ കുറ്റക്കാരാണെന്ന് അവർ ആരോപിക്കുന്നവരുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു സ്വകാര്യതയ്ക്ക് സ്ഥാനമുണ്ടോ എന്നതാണ് കോടതി ഉന്നയിച്ച സംശയം. അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതാണ് സർക്കാരിനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുക്കാൻ പോകുന്നു എന്നതാണ് കോടതി അറിയിക്കേണ്ടത്. അവിടെ കോൺക്ലേവ് നടത്തി ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നു എന്ന് അറിയിച്ചിട്ട് കാര്യമില്ല. അവിടെ ഈ ക്രിമിനൽ കുറ്റങ്ങളുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സർക്കാരിനുള്ളത് എന്നതാണ് വിശദീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതി വിളിച്ചു വരുത്തുകയാണ്. RTI ആക്ട് പ്രകാരം പുറത്തു വന്ന ആ റിപ്പോർട്ടല്ല, ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെ മറച്ചുവെക്കപ്പെട്ട ഏതാണ്ട് 75ഓളം പേജുകളുണ്ട്. അതടക്കമുള്ളതാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തേണ്ടത്. ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നത് ആ മൊഴികൾ
മൊഴികൾ എവിടെ എന്നതാണ്. ആ റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ ആ പ്രമുഖയായ നടി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അവർ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ആ മൊഴി പറഞ്ഞ വ്യക്തി ആര് എന്നത് ആ മൊഴിപ്പകർപ്പിന്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മൊഴിപ്പകർപ്പ് സർക്കാരിന്റെ മുന്നിലാണോ കമ്മിറ്റിക്ക് മുന്നിലാണോ എന്നതാണ് നമുക്കറിയേണ്ടത്. ആ മൊഴിപ്പകർപ്പ് സർക്കാരിന്റെ മുന്നിലുണ്ട് എങ്കിൽ ആ മൊഴിപ്പകർപ്പ് പോലീസിന് കൈമാറിയിട്ടില്ല എങ്കിൽ അതൊരു വലിയ ഗുരുതരമായ നിയമപ്രശ്നമായി മാറും. കാരണം നേരത്തെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും പോലീസ് ആ റിപ്പോർട്ട് പരിശോധിച്ച് ഇതിൽ ഈ ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വെച്ചുകൊണ്ട് ഒരു കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം അറിയിച്ചു എന്നുമാണ് പുറത്തു വരുന്ന വിവരം. അതിൽ സ്ഥിരീകരണമായിട്ടില്ല. എന്നാൽ പോലും ആ സാക്ഷിമൊഴികൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നത് പ്രധാനമാണ്. നേരത്തെ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ പറഞ്ഞത് ആ മൊഴികൾ കമ്മിറ്റിക്ക് മുന്നിലാണ്, സർക്കാരിന് മുന്നിലല്ല എന്നതാണ്. ഏതാണ്ട് 400ഓളം പേജുള്ള മൊഴികളും രേഖകളും ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ആ രേഖകളുടെ കൃത്യമായ നമ്പറുകളടക്കം 400ഓളം പേജെന്ന നമ്പർ അടക്കം അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയതെന്നറിയില്ല. പക്ഷേ ആ റിപ്പോർട്ട്, ആ മൊഴിപ്പകർപ്പുകളിലെ വിവരങ്ങൾ തങ്ങളുടെ പക്കലില്ല, അത് കമ്മിറ്റിയുടെ പക്കലാണ് എന്നാണ് AK ബാലൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ സാക്ഷിമൊഴികൾ തന്നെയാണ് ഈ കേസിൽ, അതായത് തുടരൊരു അന്വേഷണത്തിലേക്ക് പോയാൽ നിർണായകമായി മാറുക. കാരണം ആരാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ആരോപണം ഉന്നയിച്ചവരെ കണ്ടെത്തി അവർക്കൊരു പരാതി ഉണ്ടോ എന്നത് ഒരു പോലീസ് സംവിധാനത്തിനാണെങ്കിലും പരിശോധിക്കാൻ കഴിയൂ. ഇനി കോടതി വിളിച്ചു വരുത്താൻ പോകുന്ന റിപ്പോർട്ടിൽ ആ സാക്ഷിമൊഴികൾ ഇല്ല എങ്കിൽ കോടതിക്കും ഇതിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോരാൻ കഴിയില്ല, എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് ആ സാക്ഷിമൊഴികളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, വാദപ്രതിവാദങ്ങളെ പറ്റിയുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ബിനിൽ നൽകിയത്. ഇനി അതിഥികളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. പ്രിയദർശൻ തമ്പി അഭിഭാഷകനൊപ്പം തന്നെ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ നമുക്കൊപ്പമുണ്ട്. ആദ്യം ശ്രീ റെജി ലൂക്കോസിലേക്കാണ്. ശ്രീ റെജി ലൂക്കോസ്, ഏതെങ്കിലും തരത്തിൽ ഇരയാക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഈ കാര്യങ്ങൾ തുറന്നു പറയാനോ പരാതിപ്പെടാൻ പറ്റാത്തയോ ചെയ്യാത്തത് അവരുടെ നിസ്സഹായാവസ്ഥയാണ്. അവിടെ ആ നിസ്സഹായാവസ്ഥയെ മുതലെടുത്ത് സ്റ്റേറ്റും അതേ തലത്തിലുള്ള നിലപാടാണോ സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് സർക്കാരിന് കേസെടുക്കാൻ പറ്റാത്തത്? അല്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവരുടെ ഒരു ഓർഗനൈസേഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുക, കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമാണ്, രാജ്യത്തെ ചരിത്രത്തിൽ ആദ്യമാണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നത്. അടുത്ത പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ ഭാഗത്തിലാണ്. അത് വന്നതിന് ശേഷം അന്നത്തെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിൻസെന്റ് പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. കൂടാതെ കണ്ടതിന് അത് കേസുകളിലേക്ക് പോയി ഹൈക്കോടതിയിലേക്ക് വന്നു. ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് ഒരു കാരണവശാലും പുറത്തുവിടാൻ പറ്റത്തില്ല എന്നാണ്. ഹേമ കമ്മിറ്റിയും അതിനകത്ത് രേഖാമൂലം ആവശ്യപ്പെട്ടു. അത് പുറത്തു വന്നു കഴിഞ്ഞു. ആ രേഖ പോലെ ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ പകർപ്പ് മാധ്യമങ്ങൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. പിന്നീട് അത് കോടതിയിൽ പോയി കോടതി ഈ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, അല്ലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കോടതി ആവശ്യപ്പെട്ടത് വിവരാവകാശ കമ്മീഷനോടാണ്. ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു. സർക്കാരിന് ഒരു മടിയില്ലാതെ, സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് തങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് യാതൊരു മടിയില്ലാതെ. സർക്കാരിന് ഇവിടെ ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല, ഒരു വ്യക്തിയെ പോലും സംരക്ഷിക്കേണ്ട കാര്യമില്ല. സർക്കാർ അത് പുറത്തുവിട്ടു. ഇപ്പോൾ വീണ്ടും കോടതിയിലേക്ക് ഒരു പരാതിയുമായിട്ടെത്തി. കോടതി സർക്കാരിനോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ കോടതി പറഞ്ഞു, കോടതി സർക്കാരിന്റെ പരിമിതികൾ കൃത്യമായിട്ട് വ്യക്തമാക്കി. കോടതി അത് അംഗീകരിച്ചു. കോടതി അത് ഏറ്റെടുത്തിരിക്കുന്നു. കോടതി ഓഗസ്റ്റ് 10 തീയതി അല്ല അടുത്ത മാസം 10 തീയതി ഈ കമ്മിറ്റി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പെൻഡ്രൈവ് സഹിതം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ ഉണ്ടാകും. ഈ കമ്മിറ്റിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന പരാതിക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതെ കണ്ടതിന് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് നടപടി. പരാതിയില്ല, പരാതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചൊരു കാര്യം. ഇനിയിപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ 4.5 വർഷം വേണ്ടി വന്നു ഈ റിപ്പോർട്ട് എന്താണെന്നുള്ളത് പൊതുജനം അറിയാനായിട്ട്. അതിലും 62 പേജുകൾ, അതായത് സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് 62 പേജുകൾ മാറ്റിവെച്ചുകൊണ്ടാണ് പുറത്തു വന്നത്. ഇനി എത്ര കാലം എന്നുള്ളതാണ്. ഈ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ പ്രിയദർശൻ തമ്പി, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള എല്ലാ മേഖലയിലാണെങ്കിൽ പോലും, ഇപ്പോൾ സിനിമാ മേഖലയിലെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അവിടെ ഇത്തരത്തിൽ പലതരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ആളുകളെ പറ്റി പറയുന്ന റിപ്പോർട്ടാണ്. അതെന്താണ്, എങ്ങനെയാണ് ചൂഷണം നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഒരു സംസ്ഥാനത്ത് കേസെടുക്കാൻ പരാതിയില്ല, അതുകൊണ്ട് കേസെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് നിയമപരമായി? അല്ല, ഇതിനകത്ത് നിങ്ങളെ തന്നെ ലേഖകൻ ശ്രീ ബിനിൽ, അദ്ദേഹം ദീർഘകാലമായി ഹൈക്കോടതിയിൽ നിയമവിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളാണ്. വളരെ കൃത്യമായി അതിന്റെ ഹൈക്കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങൾ ഇവിടെ നേരത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തമാക്കുകയുണ്ടായി.
എനിക്ക് തോന്നുന്നു അതിൽ തന്നെ എല്ലാം അന്തർലീനമായിട്ടുണ്ട്. കാരണം ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2024 എന്താ പറയുക ഒരു പന്താവിൽ നമ്മളെല്ലാം വലിയ പുരോഗതിയുടെ ഉത്തംഗ ശൃംഗത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ പോലും സമസ്ത മേഖലകളിലും, സിനിമാ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും സ്ത്രീകൾ നേരിടുന്ന വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള അബ്യൂസ്, അതിന്റെ എല്ലാം ഒരു ഏറ്റവും ഉദാഹരണമാണ് ഇന്ന് സിനിമാ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത്. കാരണം സിനിമാ മേഖലയിൽ സ്വാഭാവികമായും കൂടുതലുണ്ടാകും. കാരണം ഗ്ലാമറിന്റെ ലോകമാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മേഖലയേക്കാൾ കൂടുതലുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ആണ് വന്നത്. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ മുഹൂർത്തത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു കേരള ഹൈക്കോടതിയുടെ വിധിയെ. കാരണം ഈ ഒരു റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്നുള്ള വിവാദങ്ങളുമെല്ലാം തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അല്ല, ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതിൽ വെച്ച് ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെയാണ് ഗവൺമെന്റും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഗവൺമെന്റ്, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ച് നിയമങ്ങൾ എടുക്കുവാൻ ഉള്ള പരിമിതികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, കാരണം നമുക്കറിയാം ടൈം ഓഫ് ഒക്കറൻസ് ഈ റിപ്പോർട്ടിലില്ല. ഒരു ഇൻസിഡന്റ് ഉണ്ടായെങ്കിൽ അതിനൊരു ടൈം ഓഫ് ഒക്കറൻസ് വേണം, ഒരു ഡേറ്റ് ഓഫ് ഓക്കറൻസ് വേണം, ഒരു കംപ്ലൈന്റ് വേണം, ഒരു അക്യൂസ്ഡ് വേണം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ വെച്ച് എങ്ങനെ സംഭവിച്ചു അതൊന്നുമില്ലാതെ ഒരു കേസിന്റെ ബേസ് ആയിട്ടുള്ള ഒരു അസ്തിത്വമില്ല ഉണ്ടാക്കാൻ കഴിയും. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഇത് സംബന്ധിച്ച ഈ റിപ്പോർട്ട് ആകെ ഹാജരാക്കണം എന്ന് പറഞ്ഞത്. റിപ്പോർട്ട് ഹാജരാക്കിയാലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ റിപ്പോർട്ട് മാത്രം ഹാജരാക്കപ്പെട്ടാൽ പോരാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമ്മൾ എഫ്ഐആർ എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോലും ലീഗലി അതിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഒരു അന്വേഷണ ഏജൻസിയെ വെക്കാം, ഇത് സംബന്ധിച്ച് അന്വേഷിക്കാം, അതിനൊന്നും തടസ്സമില്ല. പക്ഷെ എഫ്ഐആർ ഇടണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു കേസിൽ ഒരു പർട്ടിക്കുലർ ഒരു ഇൻസിഡന്റിൽ ഒരു എഫ്ഐആർ ഇടണമെങ്കിൽ അത് സംബന്ധിച്ച് ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് ഉണ്ടാകണം, ഡേറ്റ് ഓഫ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയെങ്കിലും വേണം. ഈ റിപ്പോർട്ട് വെച്ചാൽ മാത്രം കുറെ സാക്ഷിമൊഴികൾ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടല്ലേ? അവിടെ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞെടുത്ത് നമുക്കത് അറിയില്ലെങ്കിൽ പോലും ആ റിപ്പോർട്ടിൽ മറച്ചു വെച്ചൊരു ഭാഗമുണ്ട്, വലിയ ഭാഗമുണ്ട്. അവിടെ കൃത്യമായിട്ട് എവിടെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അതിൽ രണ്ട് കാര്യം എനിക്ക് പറയാൻ, താങ്കളോട് സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യം, അത് വളരെ ശരിയായ ചോദ്യമാണ്. ആ റിപ്പോർട്ട് അത് തന്നെയാണ് നേരത്തെ ഹൈക്കോടതിയും ഇന്ന് പങ്കുവെച്ച ആശങ്ക. കാരണം ഈ റിപ്പോർട്ട് എന്റെ കൂടെ മൊഴിപ്പകർപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം റിപ്പോർട്ടിൽ നമ്മളെല്ലാവരും ആ റിപ്പോർട്ട് 285 പേജുള്ള റിപ്പോർട്ട് സമഗ്രമായ റിപ്പോർട്ടാണെങ്കിൽ പോലും അതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോസ് ഓഫ് ആക്ഷന് ആധാരമായ ഒരു ഇൻസിഡന്റിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും ആ റിപ്പോർട്ടിലില്ല. പക്ഷെ വളരെ ഗുരുതരമായ 6-7 ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചില പർട്ടിക്കുലർ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെയും പേര് പറയാതെ, പ്രതിയുടെയോ വാദിയുടെയോ ഒന്നും പേര് പറയാതെ, ദിവസം പറയാതെ കുറെ ഇൻസിഡന്റ് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞാൻ അത് നിഷേധിക്കുന്നില്ല. എങ്കിൽ പോലും ഈ റിപ്പോർട്ടിന് ആധാരമായ ഫൈൻഡിങ്സിലേക്ക് ബഹുമാന്യയായ കേരള ഹൈക്കോടതിയുടെ മുൻ ന്യായാധിപ, നിസ്സാര കാര്യമല്ല, ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ആൾ ആരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ജസ്റ്റിസ് ഹേമയുടെ മൊഴി 490 പേജോളം വരുന്ന അനുബന്ധ മൊഴി, ആ മൊഴി പരിശോധിക്കണം. ആ മൊഴി പരിശോധിച്ചെങ്കിൽ മാത്രമേ ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന തീർച്ചയായിട്ടും ഇരയുടെ പേര്, അതിജീവിതയുടെ പേര് പുറത്തു പറയേണ്ട കാര്യമില്ല, അത് ഒഫൻസാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിലും ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന BNS-ലും എല്ലാം തന്നെ അത് ഒഫൻസാണ്. അത് സംബന്ധിച്ച് നമുക്കറിയാം. ഒരു DGP, റിട്ടയർഡ് ആയിട്ടുള്ള DGP അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പണ്ടെങ്കോ അദ്ദേഹം അന്വേഷിച്ച ഒരു കേസിലെ ഇതുപോലെയുള്ള ഒരു വിക്ടിമിന്റെ പേര് പോലും പറഞ്ഞില്ല. ആ സൂചന നൽകിയപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വിക്ടിമിന്റെ പേര് പറയാൻ കഴിയില്ല. പക്ഷെ പ്രതികൾ ആരാണ് സ്വാഭാവികമായിട്ടും ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അതിജീവിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ പേര് മറച്ചു വെക്കേണ്ടതാണ്. അവരുടെ പേരും വിവരങ്ങളൊന്നും പുറത്തു വരാൻ പാടില്ല. അത് ഒരിക്കലും അത് സംഭവിക്കാനും പാടില്ല. അത് ശരിയാണ്, അതാണ് വേണ്ടതും. പക്ഷെ അതേ സമയത്ത് തന്നെ ആ ഒരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ വേട്ടക്കാരന്റെ മുഖമുള്ള ആളുകൾ, കുറെ ആളുകൾ അവരെ സംരക്ഷിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? അല്ല, അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഈ റിപ്പോർട്ടിന്റെ അനുബന്ധ മൊഴികൾ പുറത്തു വരണം. ഈ അനുബന്ധ മൊഴികൾ പുറത്തു വരികയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ആ മൊഴികള്
ഇവിടെ എല്ലാവരും നമ്മുടെ പൊതുസമൂഹത്തിലെ നിയമവൃത്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരും സൂചിപ്പിക്കുന്നതിനോടെ ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ എനിക്കും വിയോജിക്കാൻ കഴിയില്ല. കാരണം അത് സംബന്ധിച്ച് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആ മൊഴികളിൽ നിന്ന് റിവീൽ ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, പോലീസിന് കേസെടുക്കാൻ സാധിക്കും. ആ മൊഴികൾ പരിശോധിക്കണം. ആ മൊഴികൾ പരിശോധിച്ച് ആ മൊഴികളിൽ അത്തരത്തിലുള്ള ഒരു കോഗ്നൈസബിൾ, അത് ആ മൊഴികളിലും ഇത്തരത്തിലുള്ള ചില അവിടെയും ഇവിടെയും തൊടാത്ത ചില മൊഴികൾ മാത്രമുണ്ടെങ്കിൽ പോലീസിന് സാധിക്കില്ല. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ആ മൊഴികളിൽ കൃത്യമായി ഈ പറയുന്ന ഡേറ്റും സമയവും വെച്ച് ഇന്ന ആളുകൾ, ഇന്ന വ്യക്തികൾ എന്നെ ശല്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് നിയമപരമായി യാതൊരു തടസ്സമില്ല. നിലവിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുകൊണ്ട് ഏത് തരത്തിൽ സർക്കാരിന് ഇടപെടാനാകും, ഭരണഘടനാപരമായിട്ട് ഒരു സംസ്ഥാന സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാനാകും, ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ എന്നുള്ളതാണ് എനിക്ക് അറിയണേ. അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റജി ലൂക്കോസ്, ഇവിടെ നോക്കൂ, ഒരു സമഗ്ര നയം രൂപീകരിക്കാൻ പോകുന്നുണ്ട്, ഒരു കരട് നയം രൂപീകരിക്കാൻ പോകുന്നുണ്ട് സർക്കാർ. ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്. ഒരുപാട് ഡയലോഗുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ചൂഷിതർക്കൊപ്പമാണ് സർക്കാർ എന്ന്, ചൂഷകർക്കൊപ്പമല്ല ചൂഷിതർക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ. നിലവിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായി വേണ്ടത് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കലാണോ അതോ ഇവിടെ നിയമ നടപടി എടുക്കലാണോ? അല്ല, നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു ഹൈക്കോടതിയിലെ ഇടപെടൽ വന്നതോടുകൂടി. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നടൻ തിലകനെ സംബന്ധിച്ചോളം ഒരു പരിധിവരെയാണ് ലോകത്തിന്റെ മുമ്പിൽ, ലോക സിനിമയുടെ മുമ്പിൽ തന്നെ മുൻനിരയിൽ കസേര ലഭിക്കുന്ന ഒരു നടനായിരുന്നു, മഹാനടനായിരുന്നു തിലകൻ. തിലകനെ ഈ സിനിമാ സംഘടനകളും ചില ആളുകളും വ്യക്തിപരമായിട്ട് ആരാണെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർ വിലക്കിയിരുന്നു. ആ വിലക്കിന്റെ സമയത്ത് കേരളം ഭരിച്ചത് UDF സർക്കാരാണ്. എന്തെങ്കിലും ചെറിയ വിരലനക്കം അന്നത്തെ സാംസ്കാരിക മന്ത്രിയോ അല്ലെങ്കിൽ സിനിമാ മന്ത്രിയോ സർക്കാർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എന്നാൽ ഈ സർക്കാർ ചെയ്തത് എന്താണ്? കേരളത്തിലെ ഒരു പ്രമുഖ നടിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായപ്പോഴത്തേക്കും ആരോപണ വിധേയനായിട്ടുള്ള നടനെ, കേരളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള നടനെ അറസ്റ്റ് ചെയ്യുകയും ഏതാണ്ട് 100 ദിവസക്കാലത്തോളം ജയിലിലിടുകയും ചെയ്തു. അപ്പൊ സ്ത്രീകളുടെ വിഷയത്തിൽ അത് ഏത് സെഗ്മെന്റിലാണെങ്കിലും പ്രതിബദ്ധതയുള്ള, അവരോടൊപ്പം നിൽക്കുന്ന പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണ് LDF സർക്കാർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട വക്കീൽ സൂചിപ്പിച്ച് കാണിച്ചുപോലെ തന്നെ സത്യമാണ്, ശരിയാണ്. സ്ത്രീപക്ഷ സർക്കാരാണ്, ജനകീയ സർക്കാരാണെന്നൊക്കെ അങ്ങനെ ധരിപ്പിക്കലുണ്ട്, അങ്ങനെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നീട് അതേ കേസുമായി മുന്നോട്ട് വന്നിട്ടില്ല. WCC അംഗങ്ങൾ തന്നെ ചോദിച്ചൊരു അവസ്ഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മുൻപ്, അല്ലെ? കണ്ടിട്ടുണ്ട്. 4.5 വർഷം എടുത്ത് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അവിടെയൊന്നും സർക്കാരിന് ഇടപെടൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതേ സർക്കാരിന് വീണ്ടും നമ്മൾ അതേ പേരുകൾ ചാർത്തി വെക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? അല്ല, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ഈ ഗവൺമെന്റ് റിപ്പോർട്ട് എവിടെയാണ് പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? ഗവൺമെന്റിന്റെ മുമ്പിൽ നിസ്സഹായമാണ്. ഞാൻ പറഞ്ഞില്ല, വിവരാവകാശ കമ്മീഷൻ സ്റ്റേ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് ശരിയാണ്. ജസ്റ്റിസ് ഹേമ പറഞ്ഞു ഇത് പുറത്തുവിടരുത്, സ്വകാര്യമായി വെക്കണം. ഞാനിത് ടൈപ്പ് ചെയ്യാൻ ഒരു സ്റ്റെനോഗ്രാഫറെ പോലും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ സ്വന്തമാണ് ടൈപ്പ് ചെയ്തത് ജസ്റ്റിസ് ഹേമ പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ കമ്മിറ്റി ഉണ്ടാക്കിയതിന്റെ പ്രാധാന്യം, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്? ഇത് ഒളിച്ചു വെക്കാൻ വേണ്ടിയാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. അതാണ് സർക്കാർ പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞ ന്യായം അതാണ്. അല്ലല്ല, മുഖ്യമന്ത്രി പറഞ്ഞ എന്തിനാ വളച്ചൊടിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഒരു പരാതി മുഖ്യമന്ത്രി വാർത്താസമ്മേളനം ഞാൻ കേട്ടതാണ്. ജസ്റ്റിസ് ഹേമ പറഞ്ഞു, മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കുന്നു, മുഖ്യമന്ത്രി മറുപടി നൽകുന്നു. ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അല്ല, അത് തന്നെയാണ് ഞാനത് കണ്ട കേരളം. അല്ല, പൂർത്തീകരിക്കട്ടെ, ഞാനും അത് കണ്ടതാണ്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം വേറെത്തോട് ചേർത്തു. അതായത് ഏതെങ്കിലും ഒരു പരാതി ആരെങ്കിലും എവിടെയെങ്കിലും നൽകിയാൽ ഇരയുടെ പേര് പോലും പുറത്തു പറയാൻ സൂക്ഷിക്കുമെന്നും കർശന നിയമ നടപടി എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് നിങ്ങളെന്താ കേൾക്കാത്തത്? അതല്ല എന്റെ വസ്തുത എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ പേരിലാണ് മൊഴി തെളിയിക്കുന്നത് അവരൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിയിൽ വരണം. അവരെ അറിയപ്പെടണം. ഒരു പാവപ്പെട്ട സാധാരണക്കാരൻ, ഒരു മോഷ്ടാവിനെ പോലും ജയിലിലിടുന്ന കേരളത്തിൽ സിനിമാ നടന്മാർക്കോ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാർക്കോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. അവർ ശിക്ഷിക്കപ്പെടണം, അവരെ പൊതുസമൂഹം അറിയപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് പഴിചാരുന്നത്? ഇപ്പം സർക്കാർ പറഞ്ഞ പരിമിതമായ സർക്കാരിന്റെ അധികാര പരിധിയെ കുറിച്ച് കോടതിയോട് പറഞ്ഞപ്പോൾ കോടതി അംഗീകരിച്ചു. നിങ്ങളത് വക്രീകരിച്ച് പറയുന്ന കോടതി പറഞ്ഞു, ശരി അങ്ങനെയാണെന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ഹാജരാക്കൂ, ഞങ്ങൾ നോക്കിയിട്ട് വേണ്ട കാര്യം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് ഓപ്പണായി. ഇനി സർക്കാരിന് ആരെയും മൂടി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ആ മൊഴിപ്പകർപ്പ് ആരുടെ അടുത്താ? ബഹുമാനപ്പെട്ട AK ബാലൻ പറഞ്ഞത് കമ്മിറ്റിയുടെ അടുത്താന്ന് പറയുന്നു. ആ കമ്മിറ്റി അത് ഹൈക്കോടതിയിൽ ഹാജരാക്കിയാൽ നമ്മുടെ ആകാംക്ഷകൾ മുഴുവൻ പോകും. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിനകത്തുണ്ടെന്നാണ് ഇപ്പം പല രീതിയിൽ നമുക്ക് പുറത്ത് വരുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നിരവധി സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പലരെയും സംശയത്തിന് മുൻപിൽ നിർത്തുന്നുണ്ട്. അതെല്ലാം മാറണം.
മാന്യമായ രീതിയിൽ സിനിമാ പ്രവർത്തനം നടത്തുന്നവരെയും പിന്നെ അവരുടെ നേരെ ആദ്യം വിരൽ ചുവട് ചൂണ്ടുന്ന മുന്നോട്ട് വെക്കേണ്ടത് ആരാണ്? ഈ ഇപ്പൊ പറഞ്ഞ നിയമത്തിലൂടെ എല്ലാ നിരയും ശിക്ഷിക്കപ്പെടണം, നടപടിയെടുക്കണം എന്നൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ നല്ല കനത്തിൽ നല്ല ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ആ ഡയലോഗ് അടി മാത്രം മതിയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ മടങ്ങിയെത്ത അതിഥികൾക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ അതിഥികളിലേക്കാണ്. ശ്രീ പ്രിയദർശൻ തമ്പി, അതായത് നിയമപരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചത് തന്നെയാണ്. അതായത് നിലവിലിപ്പോൾ കോടതി എന്തുകൊണ്ട് കേസ് എടുത്തുകൂടെ എന്ന് കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, പൂർണ്ണ റിപ്പോർട്ട് ഹാജരാക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന് ഭരണഘടനാപരമായിട്ട് ഇത്തരത്തിലൊരു വിഷയത്തിൽ ഒരു സംഭവം നടന്നു എന്നുള്ള അതിക്രമം നടന്നു എന്നറിയുമ്പോൾ സർക്കാരിന് ബാധ്യതയില്ലേ? ഭരണഘടനാപരമായിട്ട് സർക്കാരിന് എങ്ങനെ നിയമ നടപടി എടുക്കാൻ സാധിക്കും? അല്ല, ഇത് സംബന്ധിച്ച് ഈ റിപ്പോർട്ട് വന്ന സാഹചര്യം, ആ റിപ്പോർട്ടിനെ ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയമിച്ച സാഹചര്യം ഇതെല്ലാം നമുക്കറിയാം. ഈ സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ഒരു കമ്മിറ്റിയെ നിയമിച്ചു, ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗുരുതരമായ, അത് തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, വളരെ ഗുരുതരമായ ചില ഫൈൻഡിങ്സ് ഈ കമ്മിറ്റി പുറത്തു വന്നിട്ടുണ്ട്. ആ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രധാനപ്പെട്ട പ്രശ്നത്തെയാണ് ഇന്ന് കേരള ഹൈക്കോടതിയും അഡ്രസ് ചെയ്തിട്ടുള്ളത്. കാരണം അത് സംബന്ധിച്ചുള്ള ഒരു ആ ഏരിയ ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഇത് സംബന്ധിച്ചൊരു പരാതിക്കാരൻ വന്നിട്ടില്ല. ഈ റിപ്പോർട്ടിൽ അനക്സ് ചെയ്തിരുന്നെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാക്ഷിമൊഴികൾ അനക്സ് ചെയ്തിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാത്ത സാഹചര്യത്തിലാണ് എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിയമപരമായി. കാരണം ഇത് ഇങ്ങനത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ സമൂഹത്തെ ആകെ സിനിമാ രംഗത്തെ വളരെ ഗുരുതരമായ ഒരു അലിഗേഷൻ വന്നപ്പോൾ ആ അലിഗേഷൻ അന്വേഷിക്കപ്പെടാതെ പോകാൻ ഒരു കാരണവശാലും പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അതിൽ എങ്ങനെ അന്വേഷിക്കപ്പെടണം എന്നുള്ളത് സംബന്ധിച്ച ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഉണ്ടായത്. ഇന്ന് കേരള ഹൈക്കോടതിയും ഗവൺമെന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ച ചോദ്യം അത് തന്നെയാണ്, എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മൊഴികൾ ഉൾപ്പെടെയും ഈ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കണം എന്നും സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് 1-2 കാര്യങ്ങളിൽ വളരെ കൺഫ്യൂഷൻ ഉണ്ട് ഈ റിപ്പോർട്ടിൽ തന്നെ. ഉദാഹരണത്തിന് ഈ റിപ്പോർട്ടില് 2-3 സ്ഥലങ്ങളിൽ വുമൺ// ഗേൾസ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിൽ പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം, വുമൺ/ഗേൾസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കൂടാതെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ കൂടി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പോക്സോ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ അതീവ ഗുരുതരമായ ഒരു ഒഫൻസ് ആണ്. അതില് ആക്ട് ചെയ്യണം. അങ്ങനെ ആക്ട് ചെയ്യണമെന്ന് മാത്രമല്ല, പോക്സോ ആക്ടിൽ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അതായത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡായിരിക്കുകയാണെങ്കിൽ എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പോക്സോ ആക്ട് അനുസരിച്ചുള്ള ഒരു ഒഫൻസ് ആരെങ്കിലും കമ്മിറ്റ് ചെയ്തതായിട്ടുള്ള വിവരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് പോലീസിനെ അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഓഫൻസാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നം കൂടി ഈ ഇത്തരത്തിലുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള 2012 ഡൽഹിയിലെ സംഭവത്തിന് ശേഷം ഉണ്ടാക്കിയ ആക്ടിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തു. അതൊക്കെ വളരെ ഗൗരവകരമായ പ്രശ്നങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ, അത് പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ജസ്റ്റിസ് ഹേമ, ഞാൻ നേരത്തെ തന്നെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് കെ ഹേമ എന്ന് പറയുന്ന ജഡ്ജി സാധാരണ ഒരു ജഡ്ജിമാരുടെ ഗണത്തിൽപ്പെടാവുന്ന ജഡ്ജികളെ, എസ്പെഷ്യലി ആസ് ഫാർ ആസ് എ ക്രിമിനൽ കേസസ് ആർ കൺസേൺ, കാരണം അവര് വളരെ പരിണതപ്രജ്ഞയായ ഒരു ക്രിമിനൽ അഭിഭാഷകയായിരുന്നു. അങ്ങനെ ക്രിമിനൽ അഭിഭാഷകയായതിനു ശേഷം നേരിട്ട് ജില്ലാ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമാണ്. അങ്ങനെ ജില്ലാ ജഡ്ജിയായി ഒട്ടേറെ ഇടപെടുകയാണ്.